يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها إلى آخر الآية പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل فقد قال رسول الله صلى الله عليه وسلم إدخال الفرح في قلب أخيه عبادة إلى آخر الحديث شفيعنا رسول الله ജബൽ ഹുബൈസിന്റെ മേലെയുണങ്ങിയ സെയ്ദ് മരക്കൊമ്പിൽ കേഴുന്ന പക്ഷി ഞാൻ താഴത്തെ ബിയോത്ത മക്കത്തെ മണ്ണിനെ അലപൊട്ടും രോദനം കേട്ടൊരു പക്ഷി ഞാൻ കുതിരക്കൂളം മിന്മേൽ അടിമാബിലാലിനെ കയറിട്ട് കെട്ടി വാലിച്ചത് കണ്ട് ഞാൻ നെഞ്ചത്ത് പാറക്കല്ലേറ്റി വച്ചേട്ട് തഞ്ചത്തിൽ ചമ്മട്ടി വീശുന്നത് കണ്ട് ഞാൻ എത്രയുണ്ടല്ലാഹു എന്നുള്ള ചോദ്യത്തിന് ഏകനീല ഒന്ന് എന്നുത്തരം കേട്ടു ഞാൻ ചമ്മട്ടി പിന്നെയും വീണിടുമൊന്നൊന്ന് ചാഞ്ചാട്ടമില്ലാത്തൊരു തീരം കേട്ട് ഞാൻ ജബൽ ഹുബൈസിന്റെ മേലെയുണങ്ങിയ സെയ്ദ് മരക്കൊമ്പിൽ കേഴുന്ന പക്ഷി ഞാൻ. ബഹുമാനാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അളവറ്റ അപാര കാരുണ്യം കൊണ്ട് പരിശുദ്ധമായ റമളാനിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച നാം ഒരുമിച്ച് കൂടി. അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലെ നാളെ അല്ലാഹുവിന്റെ അനുഗ്രഹീത സ്വർഗ്ഗത്തിലും നമ്മെ എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നെല്ലാം വന്നുപോയ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും എല്ലാം അല്ലാഹു അവന്റെ അളവറ്റ അപാര കാരുണ്യം കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാനിന്റെ മഗ്ഫിറത്തിന്റെ 10 ഇന്ന് മഗ്രിബോടുകൂടി വിട പറഞ്ഞു പോവുകയാണ്. വിട പറഞ്ഞു പോകുന്ന മഗ്ഫിറത്തിന്റെ 10 നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ മഗ്ഫിറത്തിന്റെ 10 ആകുമോ എന്നൊന്നും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. കാരണം അല്ലാഹു അവന്റെ ഔദാര്യമായി ജനങ്ങൾക്ക് കൊടുക്കുന്നതാണ് ആഫിയത്തും ആരോഗ്യവും. വളർന്നു വരുന്ന തലമുറ ഇത് രണ്ടും വളരെ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അവരുടെ ആരോഗ്യവും അവരുടെ സമ്പത്തും എന്തിനോ വേണ്ടി നാളെ അത് ആവശ്യമുള്ളതാണെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ അവരുടെ ശരീരങ്ങളിലേക്ക് ഡ്രഗ്സ് ഇങ്ങനെ കുത്തിയിറക്കിക്കൊണ്ടിരിക്കുന്നു. ലഹരിയുടെ പേരിലും മദ്യത്തിന്റെ പേരിലും കേരളത്തിൽ എന്നല്ല ലോകത്ത് മുഴുവനും കൊലപാതകങ്ങൾ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് നിരപരാധികളായ പാവങ്ങളായ ഫലസ്തീനിലെ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്.
എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് നിരപരാധികളുടെ മേൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളെയും സാധാരണ ജനങ്ങളെയും ഒരു യുദ്ധത്തിനും ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഒതുങ്ങി കഴിയുന്ന പാവങ്ങളെയും ടെന്റുകളിലും മറ്റും കുടീരങ്ങളിലും ഒരു നേരത്തെ ഭക്ഷണം പോലും വയറു നിറച്ച് കഴിക്കാനില്ലാതെ ഹോസ്പിറ്റലുകളിലുമായി കഴിയുന്ന നിരപരാധികളായ കുഞ്ഞുങ്ങളെ മറുഭാഗത്ത് വെറുതെ വെടിവെച്ച് കൊല്ലുന്നു. ലോകം ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ എന്നുള്ള ഒരു ചിന്ത ഇന്നത്തെ ഒരു തലമുറയ്ക്ക് ഇല്ല എന്നുള്ളതാണ് വളരെ വിഷമകരമായ വസ്തുത. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും കൊലപാതകങ്ങൾ പണ്ട് കാലത്ത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത വിധത്തിൽ ഈ കാലഘട്ടത്തിൽ അത് വളരെ വ്യാപിച്ചു. കൊലപാതകം അറിയുന്നില്ല, അവരിങ്ങനെ വിനോദത്തിന് വേണ്ടിയും ലഹരിക്ക് വേണ്ടിയും. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ഒറ്റ തവണ ഉപയോഗിച്ചാൽ ബ്രെയിനിലെ 1500 സിരകൾക്ക് കംപ്ലൈന്റ് സംഭവിക്കുന്ന ലഹരിയാണ് ഇന്ന് MDMA പോലെയുള്ള മാരകമായ ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്ന യൗവനം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഗ്ഫിറത്തിന്റെ 10 ഇന്ന് മഗ്രിബോടുകൂടി വിട പറയുന്നതാണ്. ഇന്ന് വിട പറയുന്ന മഗ്രിബോടുകൂടി വിട പറയുമ്പോൾ ഞാനും നിങ്ങളും എന്റെയും നിങ്ങളുടെയും ശരീരത്തിനോട് ചോദിച്ചു നോക്കൂ, അല്ലാഹുവിനോട് നമ്മൾ പാപമോചനം ചോദിച്ചിട്ടുണ്ടോ? എന്തോരം പാപമോചനം നമ്മൾ ചോദിച്ചു. ആത്മാർത്ഥമായി ഒരിറ്റ് കണ്ണുനീര് വാർത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്തവർ എത്ര പേരുണ്ട്? ഇനിയുള്ളത് 10 ദിവസമാണ്. 10 ദിവസവും നമുക്ക് ഉറപ്പില്ല 10 ആണോ 9 ആണോ എന്ന്. അല്ലാഹു തആല 10 കിട്ടുന്നവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ അവസാന 10 ആയി കഴിഞ്ഞാൽ അവിടത്തെ മുണ്ട് നല്ലപോലെ മുറുക്കി ഉടുക്കും, അവിടത്തെ തലയ്ക്കെട്ട് നല്ലതുപോലെ ശരിയാക്കും. അരയും തലയും മുറുക്കി ഉടുത്ത നബി തങ്ങൾ അവസാനത്തെ 10ന്റെ എല്ലാ ദിവസങ്ങളിലും പള്ളിയിൽ ഇഅ്തികാഫിരുന്നിരുന്നു. ഇഅ്തികാഫിരുന്നു എന്ന് മാത്രമല്ല, നബി തങ്ങൾ അവിടുത്തെ ഭാര്യയെ വിളിച്ചുണർത്തു. എല്ലാ ദിവസവും റമളാനിന്റെ അവസാനത്തെ 10ലെ എല്ലാ ദിവസവും ഇഅ്തികാഫിരിക്കൽ സുന്നത്താണ്. ഒറ്റയൊറ്റ രാവുകളിലാണെങ്കിൽ അതിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏതെങ്കിലും ഒരു ദിവസമാണെന്ന് ക്ലിപ്തമായി കൊണ്ട് ലൈലത്തുൽ ഖദർ നിശ്ചയിക്കപ്പെട്ടിരുന്നുവെങ്കിൽ എന്റെ ഉമ്മത്ത് ആ ഒരു ദിവസത്തിന് വേണ്ടി തിക്കും തിരക്കും കൂട്ടി പള്ളിയിൽ വരുമായിരുന്നു. പക്ഷേ 2 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായാണ് പറഞ്ഞത്. ഒന്ന്, വെള്ളിയാഴ്ച ജുമയുടെയും ഖുതുബയുടെയും ഇടയിൽ ഒരു സമയമുണ്ട്. രണ്ടാമത് ലൈലത്തുൽ ഖദർ. ഇത് രണ്ടും നബി തങ്ങൾ പഠിപ്പിച്ചത് വ്യക്തമായിട്ടാണ്. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ജനങ്ങൾ അതിന്റെ ബറക്കത്ത് പൂർണ്ണമായും തേടാൻ വേണ്ടിയാണ്. ഒരു സമയത്താണ്, നിശ്ചയമായ ഒരു സമയത്താണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം ആ ഒരൊറ്റ ദിവസം മാത്രം പള്ളിയിൽ വരാൻ വേണ്ടി വെമ്പൽ കൊള്ളും. പക്ഷേ ഇതങ്ങനെയല്ല. അവസാനത്തെ 10ലാണ് ലൈലത്തുൽ ഖദർ. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിനെ ഇറക്കിയത് ഈ ലൈലത്തുൽ ഖദറിലാണ്. അല്ലാഹു തആല ആകാശത്തിലേക്ക് ഇറക്കിയ ഖുർആൻ പടിപടിയായി ഖുർആൻ ഭൂമിയിലേക്ക് 23 വർഷങ്ങൾ കൊണ്ടാണ് ഇറക്കിയത്. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിനെ ഇറക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത മാസം റമദാനാണ്.
എന്തുകൊണ്ടാണ് റമളാനിലെ തിരഞ്ഞെടുത്തത്? റമളാനിന്റെ പവിത്രത കൊണ്ടാണ്, റമളാനിന്റെ പ്രത്യേകതകൾ കൊണ്ടാണ്. മറ്റുള്ള 11 മാസങ്ങളിലില്ലാത്ത പ്രത്യേകതയല്ലേ റമളാനിലുള്ളത്? ഈ ഒരു മാസത്തിലുള്ള അമലുകൾക്ക് ഇരട്ടി ഇരട്ടി പ്രതിഫലമല്ലേ? ഈ ഒരു മാസത്തിലുള്ള പ്രതിഫലങ്ങൾക്ക് അല്ലാഹു തആല കോടാനുകോടി അവന്റെ അടിമകളെ ഭൂമിയിലേക്ക് ഇറക്കിയിട്ട് മനുഷ്യരുടെ പാപങ്ങൾ പൊറുക്കുന്ന മാസമാണ്. എന്റെയും നിങ്ങളുടെയും പാപങ്ങൾ, നന്മകളും തിന്മകളും നോക്കിയാൽ പാപങ്ങളാണ് കൂടുതൽ. നമ്മൾ നോക്കുന്നത് ഹറാമിലേക്കാണ്, നമ്മൾ കഴിക്കുന്നത് ഹറാമാണ്, നമ്മൾ കേൾക്കുന്നതും സംസാരിക്കുന്നതും ഹറാമാണ്, നമ്മൾ ചെയ്തു കൂട്ടുന്നത് മുഴുവനും ഹറാമാണ്. ലോകത്ത് നടക്കുന്നത് മുഴുവൻ വിനോദങ്ങൾക്ക് വേണ്ടിയുള്ള ഹറാമുകളെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ നിസ്കാരത്തിലും നിസ്കാരം കഴിയുമ്പോൾ ഒരു സത്യവിശ്വാസി പറയുന്നു അസ്തഗ്ഫിറുല്ലാഹൽ അദീം. വല്ല തെറ്റ് ചെയ്തിട്ടാണോ അവൻ ഇസ്തിഗ്ഫാർ പറയുന്നത്? നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി ഉടനെ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് 3 പ്രാവശ്യം പറയുന്നു. എന്തുകൊണ്ടാ പറയണേ? അല്ലാഹു തആലയ്ക്ക് നമ്മൾ ചെയ്ത ഇബാദത്തിൽ നമ്മുടെ മനസ്സിൽ പല ചിന്തകൾ കയറി വന്നു, പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. അതുകൊണ്ടാണ് സലാം വീട്ടിയ ഉടനെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നല്ലാഹുവോട് പൊറുക്കൽ ചോദിക്കുന്നത്. പക്ഷേ അത് അല്ലാഹു തആല ഏറ്റവും സ്വീകരിക്കുന്നവനാണ്. ഫർള് നിസ്കാരങ്ങളുടെ ഉടനെയുള്ള ദുആ ഉണ്ടല്ലോ, അത് എന്താണ്? ദഅവത്തുൽ മുസ്തജാബ് ഇന്ദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് ഫർള് നിസ്കാരങ്ങളുടെ ശേഷമുള്ള ദുആ അല്ലാഹു തള്ളപ്പെടുന്നതല്ല. അതുകൊണ്ട് ഓരോ സത്യവിശ്വാസിയും റമളാൻ വന്നപ്പോൾ അല്ലാഹു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സമ്പൂർണ്ണമായ നല്ല 4 കാര്യങ്ങളാണ് അവൻ കൊണ്ടുവന്നത്. 2 കാര്യങ്ങൾ അല്ലാഹുവുമായി ഏറ്റവും ബന്ധപ്പെട്ടതാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. രണ്ടും അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അല്ലാഹു എന്താണ്? അല്ലാഹു പുറത്തു കൊടുക്കലും അല്ലാഹു ഏകനാണ്. അല്ലാഹുവിന്റെ റസൂല് നബിയുടെ നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ് മുഹമ്മദ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നതും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. സ്വർഗ്ഗം ചോദിക്കുന്നു, നരകത്തെ തൊട്ട് കാവൽ ചോദിക്കുന്നു. സ്വർഗ്ഗം ചോദിക്കേണ്ട സമയമാണ്, നരകത്തെ തൊട്ട് കാവൽ ചോദിക്കേണ്ട മാസമാണ്. എന്തുകൊണ്ടാണെന്നറിയുമോ? മനുഷ്യന്റെ പാപങ്ങൾ ഇങ്ങനെ കുന്നുകൂടി മനുഷ്യന്റെ ഇബാദത്തുകൾ അല്ലാഹു തആല സ്വീകരിക്കാത്ത അവസ്ഥയിലാണ്. തെറ്റ് കാരണം മനുഷ്യന്റെ നന്മകളെ അല്ലാഹു തആല സ്വീകരിക്കാനാവാത്ത വിധം മനുഷ്യന്റെ ഹൃദയങ്ങൾ ഇങ്ങനെ കറുത്ത് പോയിരിക്കുന്നു. ഭൂമിയിൽ എത്ര ഇബാദത്ത് ചെയ്തിട്ടും അല്ലാഹു സ്വീകരിക്കുന്നില്ല. കാരണം അവന്റെ വയറ്റിൽ കിടക്കുന്നത് പലിശയാണ്, വയറ്റിലുള്ളത് ഹറാമാണ്. ഹറാമ് ഭക്ഷിക്കുന്നവൻ എത്ര ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കില്ല. ഹറാമായ ഭക്ഷണം ഉള്ളിൽ ചെന്നാൽ എത്ര സമ്പാദിച്ചാലും ആ ഹറാമ് പോകാത്തിടത്തോളം അവൻ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കില്ല. മനുഷ്യനെ കൊന്നിട്ടാണെങ്കിലും എന്തെല്ലാം വെട്ടിപ്പിടിച്ചിട്ടാണെങ്കിലും ആരെയെല്ലാം എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടാണെങ്കിലും മനുഷ്യന് സമ്പത്ത് മാത്രമേ അവന് ആവശ്യമുള്ളൂ. ഇസ്ലാമിൽ ലക്ഷ്യം മാത്രമല്ല, മാർഗവും പ്രധാനപ്പെട്ടതാണ്. നീ 1 രൂപയാണ് സമ്പാദിക്കുന്നതെങ്കിൽ അത് ഹലാലായ മാർഗത്തിലാണെങ്കിൽ അതിൽ നിനക്ക് ബറക്കത്തുണ്ട്. ഖാല റസൂലുള്ളാഹി, 1 രൂപയാണ് നീ സമ്പാദിക്കുന്നുള്ളൂ, അതുകൊണ്ട് നിന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയാണ് നീ സമ്പാദിക്കുന്ന 1 രൂപയെങ്കിൽ അതിൽ നിനക്ക് ബറക്കത്തുണ്ട്. ആ 1 രൂപ കൊണ്ട് കുറഞ്ഞതുകൊണ്ട് ക്ഷമിക്കുന്ന മുസ്ലിമേ, നിനക്ക് സ്വർഗ്ഗമുണ്ട്. നബി മുഹമ്മദ് മുസ്തഫ ഒരു മുഅ്മിനായ മനുഷ്യന്റെ അടയാളമാണ് വൽ ഖനാഅത്തു ബിൽ ഖലീലി, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നത്. എനിക്കൊരു മോട്ടോർ സൈക്കിളേ ഉള്ളൂ, അപ്പുറത്തെ വീട്ടിൽ അവന് 2 കാറുണ്ട്.
ഒരിക്കലും അസൂയ വേണ്ട. നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന അസൂയയുണ്ടല്ലോ, നമ്മൾ ചെയ്ത മുഴുവൻ നന്മകളെയും അത് പാഴാക്കി കളയുന്നതാണ്. ഒരാളോടും നിനക്ക് അസൂയ വേണ്ട. അവന് 2 കാറുണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിൽ നിന്ന് അള്ളാന്റെ ദർബാറിലേക്ക് കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്യണം. കാരുണ്യവാനായ അല്ലാഹ്, കരുണാനിധിയായ അല്ലാഹ്, എനിക്ക് തരാൻ കഴിവുള്ള റബ്ബേ, എന്നെ പടച്ച് പരിപാലിക്കുന്ന റബ്ബേ, എന്റെ റിസ്ക് നീ വിശാലമാക്കണമേ അല്ലാഹ്. എനിക്കൊരു ആഗ്രഹമുണ്ട്, അതിന്റെ ആഗ്രഹമാണ് നിന്നോട് ചോദിക്കാമല്ലോ എന്നുള്ള വിശ്വാസത്തിൽ ഒരാരും അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു കൊടുക്കാമെന്ന് പറഞ്ഞ മാസമാണ് റമളാൻ. അല്ലാതെ അസൂയ വെച്ചിട്ട് അവനോട് നമുക്ക് അസൂയ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ പോവുകയും ചെയ്യും, പിന്നെ ഉള്ളതൊട്ട് ശരി കൂടുകയില്ല. ഇതാണ് അൽ ഹസദു യുദ്ഹിബുന സയ്യിആത്ത്. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലുള്ള അസൂയ അത് എന്താണ്? പെങ്ങൾ വണ്ടി വാങ്ങിയാലും, അയൽവക്കക്കാരൻ വണ്ടി വാങ്ങിയാലും, ജ്യേഷ്ഠൻ വണ്ടി വാങ്ങിയാലും, ജ്യേഷ്ഠൻ വീട് വെച്ചാലും, കുടുംബത്തിലുള്ള ആരുമാവട്ടെ, ആരോടും നമ്മുടെ ഹൃദയത്തിൽ അസൂയ വന്നുകൂടാ. അസൂയ വന്നാൽ അൽ ഹസദു യുദ്ഹിബുന സയ്യിആത്ത്. നിങ്ങൾ അതുവരെ ചെയ്ത നന്മകൾ അത് പാഴായി പോകുന്നതാണ്. ശഫീഉനാ റസൂലുള്ളാഹി. ഹലാലായ മാർഗത്തിൽ ഒരാൾ സമ്പാദിച്ചു, അങ്ങനെ ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ചിട്ട് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും സ്വതക്ക ചെയ്യുകയും ചെയ്താൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അതവനെ സ്വർഗ്ഗത്തിലെത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കടന്നു വരുന്നത് ലൈലത്തുൽ ഖദറിന്റെ രാവുകളാണ്. ലൈലത്തുൽ ഖദർ കിട്ടാത്ത 10 വിഭാഗമാണ് ഇനി പറയാൻ പോകുന്നത്. ലൈലത്തുൽ ഖദറിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരൂലാത്ത 10 സ്ഥലങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധയോടെ കേൾക്കണേ. ഒന്നാമത്തത് ക്രൈസ്തവ ദേവാലയങ്ങളിൽ എന്താണ്? അവിടെ ബിംബങ്ങളുള്ളത് കൊണ്ട്, രൂപങ്ങളുള്ളത് കൊണ്ട് ആ സ്ഥലത്ത് റഹ്മത്തിന്റെ മലക്കുകൾ 27-ാം രാവിൽ അല്ലെങ്കിൽ ലൈലത്തുൽ ഖദറിൽ ഇറങ്ങുന്നതല്ല. അതെങ്ങനെയാ? നമ്മുടെ ബസീലീസ് പോലെയുള്ള, രാജധാന ധർമ്മഗിരി പോലെയുള്ള, രാജഗിരി പോലെയുള്ള ഹോസ്പിറ്റലുകളിൽ എല്ലാ റൂമിലും ഒരു കുരിശും കാണും, അവരുടെ ഒരു യേശുവിന്റെ ഫോട്ടോവും കാണും. മുസ്ലിമായ ഒരു രോഗി അഡ്മിറ്റ് ആവുന്നത് ആ റൂമിലാണെങ്കിലോ വാർഡിലാണെങ്കിലോ ആ റൂമിൽ ഒരു ഫോട്ടോയും ഒരു രൂപവും കാണും. നബി തങ്ങൾ പറയുന്നു, മുസ്ലിമായ മുഅ്മിനായ സത്യവിശ്വാസി ലൈലത്തുൽ ഖദറിന്റെ അന്ന് ആ റൂമിൽ അകപ്പെട്ടാൽ അവന് ലൈലത്തുൽ ഖദറിന്റെ ഫായിദ കിട്ടൂല. ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് ദുആ ചെയ്യണം, പടച്ചവനെ 27-ാം രാവിലെ അല്ലെങ്കിൽ ലൈലത്തുൽ ഖദറിന് ആശുപത്രി കേസുകൾ എനിക്ക് വരുത്തല്ലേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സത്യവിശ്വാസി ദുആ ചെയ്യണം. അല്ലാഹു കാക്കുമാറാവട്ടെ. രണ്ടാമത് പറയുന്നു, ബിംബാരാധകരുള്ള ഭവനങ്ങൾ. ചില നാടുകളിൽ കാണാം ബിംബാരാധകരുള്ള ഭവനങ്ങൾ മറ്റു മുസ്ലിമുകളുമായി മിക്സഡായി കിടക്കുന്നതായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഇലാഹിയ പോലെയുള്ള കോളേജുകളിൽ യൂത്ത് ഹോസ്റ്റലാണ്, അവരുടെ ജെൻസ് ഹോസ്റ്റലാവട്ടെ ലേഡീസ് ഹോസ്റ്റലാവട്ടെ, ഒരു റൂമിൽ 10 വിദ്യാർത്ഥികൾ കാണും. 3 പേര് ഹിന്ദുവാണ്, 3 പേര് ക്രിസ്ത്യാനിയാണ്, 3 പേര് മുസ്ലിമീങ്ങളാണ്. എന്നാൽ ലൈലത്തുൽ ഖദർ ഇറങ്ങുന്ന സമയത്ത് ഈ മുസ്ലിമീങ്ങളായ 3 വിദ്യാർത്ഥികൾ ഇവർ വസിക്കുന്ന റൂമിൽ നിന്നുകൊണ്ട് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കൂല. ശഫീഉനാ റസൂലുള്ളാഹി. ബിംബങ്ങൾ ആരാധിക്കുന്നവർ ലൈലത്തുൽ ഖദറിന്റെ മലക്കുകൾ വരുന്ന സമയത്ത് അമുസ്ലിമീങ്ങളായ ബഹുദൈവ വിശ്വാസികൾ ആ റൂമിലുണ്ടായി എന്നതാണ് അതിന് കാരണം. നബി തങ്ങൾ പറയുന്നു, മൂന്നാമത്തത് പട്ടിയുള്ള വീടുകളാണ്, നായയുള്ള
വീട്ടിലേക്കോ പട്ടിയും പന്നിയുമുള്ള വീട്ടിലേക്ക് ലൈലത്തുൽ ഖദറിന്റെ മാലാഖമാര് വരുന്നതല്ല. ചില വീടിന്റെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റും, ചില ഹോസ്റ്റലുകളുടെ ഫ്രണ്ടിൽ കാണാൻ പറ്റും, ചില വലിയ വലിയ ഗോഡൌണുകളുടെ ഫ്രണ്ടിൽ കാണാൻ പറ്റും. പട്ടിയുള്ളത് കൊണ്ട് നബി തങ്ങളുടെ വീട്ടിലേക്ക് മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിമിത്താണ് ദിവസങ്ങളോളം വരാതിരുന്ന ഒരു ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് പട്ടിയുള്ള നായയുള്ള വീടുകളിൽ ലൈലത്തുൽ ഖദറിന്റെ ബറക്കത്ത് ലഭിക്കുകയില്ല. ശഫീഉനാ റസൂലുള്ളാഹി. നാലാമതവടെന്ന് പറയുന്നു ജീവജാലങ്ങളുടെ രൂപങ്ങൾ സ്ഥാപിച്ച സ്ഥലം. നമ്മുടെ വീടിന്റെ ഷോക്കേസിൽ പോയി നോക്കുക, ജീവനുള്ള പാവകൾ, അതുപോലെ ജീവജാലങ്ങളുടെ രൂപങ്ങൾ, പട്ടിയുടെയോ പന്നിയുടെയോ ജീവനുള്ള ഏതെങ്കിലും വസ്തുവിന്റെ കളിപ്പാട്ടങ്ങളാവട്ടെ, കൊച്ചുകുട്ടികൾക്ക് ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റുകളാവട്ടെ, എന്തുമാവട്ടെ, മനുഷ്യരൂപമോ ജീവരൂപമോ ഉള്ള വീടുകളിൽ നമ്മുടെ ഷോക്കേസുകൾ പോയി പരിശോധിച്ചു നോക്കുക. ഉണ്ടെങ്കിൽ അതെടുത്ത് മിറ്റത്തിന് വെളിയിലാക്കുക. അതുള്ള വീടുകളിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ എന്താണ് വരുന്നതല്ല. റസൂലുള്ളാഹി. അഞ്ചാമത് പറയുന്നു മദ്യമുള്ള വീടുകളിൽ റഹ്മത്തിന്റെ മലക്ക് വരുകയില്ല. റസൂലുള്ളാഹി. ഇങ്ങനെയാണ് മദ്യത്തിന്റെ വീട് വരുന്നത്. ഓണത്തിനൊരു കൂട്ടുകാരൻ ചെലവ് ചെയ്തതാണ്, അവനതെങ്ങനെ ഭദ്രമായി തലമാറയിൽ വെച്ചിരിക്കുകയാണ്. പെരുന്നാളിന് ഭാര്യയും മക്കളും വീട്ടിൽ പോകുമ്പോ ഒരു പങ്കെടുത്തൊന്ന് വീശി നോക്കാം. അവനിങ്ങനെ നോമ്പ് കഴിയട്ടെ, ഇതിവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അലമാരിയിൽ എടുത്തു വച്ചേക്കാം. ഇങ്ങനെ മദ്യമുള്ള വീടുണ്ടല്ലോ ലൈലത്തുൽ ഖദറിൽ എന്റെ പൊന്നുമോനെ, കോടാനുകോടി ജീവജാലങ്ങൾക്ക് അല്ലാഹു അവന്റെ മഗ്ഫിറത്ത് തുറന്നു കൊടുക്കുമ്പോൾ മദ്യമുള്ള വീടുണ്ടല്ലോ, ആ വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കൂല. ശഫീഉനാ റസൂലുള്ളാഹി. ആറാമത് മദ്യപാനി താമസിക്കുന്ന വീടാണ്. മദ്യം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നുണഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ മുസ്ലിമേ, നിനക്ക് കഴുകി ശുദ്ധിയാകാൻ പറ്റുന്ന സുവർണാവസരമാണ്. ജീവിതത്തിൽ ഒരിക്കലും അതിന് അടിമയാവല്ലേ, ജീവിതത്തിൽ ഒരിക്കലും അതിന് അടിമയാകല്ലേ, അതിന് അഡിക്റ്റാകല്ലേ. നിന്റെ കുടുംബം നശിക്കുന്നതാണ്, നിന്റെ കുടുംബ ജീവിതം നശിക്കുന്നതാണ്, നിന്റെ മക്കൾ നശിക്കുന്നതാണ്, നിന്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ നശിപ്പിക്കുന്നതാണ്. നീ ബന്ധപ്പെടുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ ഇവകളെല്ലാം നശിപ്പിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ റഅസുൽ ഖബായില, എല്ലാ തിന്മകളുടെയും താക്കോലാണ് മദ്യമുള്ള വീട്ടിൽ ലൈലത്തുൽ ഖദറിൽ മലക്കുകൾ ഇറങ്ങൂല. റസൂലുള്ളാഹി. ഏഴാമത് പറയുന്നു കുടുംബബന്ധം മുറിച്ച വീടുകൾ എവിടെയെല്ലാം ഉണ്ടോ അവരും ലൈലത്തുൽ ഖദറിൽ അവർക്കും അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടൂല. കുടുംബകലഹം അത് വളരെ ഗൗരവമാണ്. കുടുംബബന്ധം എന്നത് ഈ ദുനിയാവിൽ അല്ലാഹുവിന്റെ അർശുമായി ബന്ധിപ്പിച്ചു എന്ന് നബി തങ്ങൾ പഠിപ്പിച്ച ഒരേ ഒരു സംഗതി, അൽ അർശു മുഹല്ലഖത്തും ബിർറഹ്മ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ അർശ് വേറെ ഒന്നിനോടും ബന്ധിപ്പിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടില്ല. നബി തങ്ങൾ പറയുന്നു അൽ അർശു മുഅല്ലഖും ബിർറഹ്മ, കുടുംബബന്ധമായി ബന്ധിപ്പിച്ചതാണ് അർശ്. അതുകൊണ്ട് കുടുംബബന്ധം മുറിക്കുന്നവനെ അല്ലാഹു തആല മുറിച്ചു കളയും, കുടുംബബന്ധം ചേർക്കുന്നവനെ അല്ലാഹു ചേർത്ത് വെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് കുടുംബബന്ധം മുറിച്ച മുസ്ലിമേ, ബദരീതാണ് ലൈലത്തുൽ ഖദറിന്റെ മലക്കുകൾ വരുമ്പോൾ അവരുടെ കാരുണ്യം നിനക്ക് കിട്ടൂല പൊന്നുമോനെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എട്ടാമതായി പറയുന്നു വലിയ ശുദ്ധിക്കാരനുള്ള വീട്ടിലേക്കും ലൈലത്തുൽ ഖദറിന്റെ മലക്കുകൾ വരൂല.
വലിയ ശുദ്ധിക്കാരനാണ്. എപ്പോഴും എന്താണ് വലിയ ശുദ്ധിയായി കുളിക്കാതെ വീട്ടിൽ വസിക്കുന്നത് നല്ലതല്ല, ദാരിദ്ര്യം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിന് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഉടനെ അവൻ പോയി കുളിച്ച് ഫ്രഷ് ആകണമെന്നാണ്. വലിയ ശുദ്ധിക്കാരന്റെ വീട്ടിലേക്കും റഹ്മത്തിന്റെ മലക്കുകൾ വരൂല. ഒൻപതാമത് പറയുന്നു പന്നിമാംസമുള്ള വീട്. പലയിടത്തും നമ്മൾ കാണാം, ഈ ഓടക്കാലി കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോ പെരുമ്പാവൂര് വരെ എന്താ ചിക്കൻ സെന്ററുകളുടെ അടിയില് പന്നിമാംസം വിൽക്കപ്പെടുമെന്ന് നാം കാണാം. അവിടെ നമ്മൾ കോഴി ഇറച്ചി വാങ്ങുമ്പോൾ പന്നിയെ കൊന്ന അതേ കത്തി കൊണ്ട് തന്നെയാണ് കോഴീനെ ഇറക്കുന്നതും, ആ കത്തി കൊണ്ട് തന്നെയാണ് അത് മുറുക്കുന്നതും പാക്ക് ചെയ്യുന്നതും. അതുകൊണ്ട് പന്നിമാംസമുള്ള വീടുണ്ടല്ലോ, ആ പന്നിമാംസമുള്ള വീട്ടിലും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളെ ലൈലത്തുൽ ഖദറിൽ ഇറങ്ങൂല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പത്താമത് ശരീരമോ സകലം കുങ്കുമമോ മറ്റോ മോശമായ രൂപത്തിൽ പൂശിയവൻ അധിവസിക്കുന്ന ഭവനമുണ്ടല്ലോ, ആ ഭവനത്തിലും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ലൈലത്തുൽ ഖദറിൽ ഇറങ്ങൂല. ഖാല റസൂലുള്ളാഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അർഹമുറാഹിമീനായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, പരിശുദ്ധമായ റമളാനാണ് റഹ്മാനെ. അല്ലാഹുവേ, പേര് പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത ആ സഹോദരൻ പള്ളിക്ക് വേണ്ടി ഒരു സ്ഥലം ഓഫർ ചെയ്തു, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ രണ്ടാമത്തെ 10ന്റെ ബറക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവിടുത്തെ ആഫിയത്തും ആരോഗ്യം കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ മക്കളെ നീ അനുഗ്രഹിക്കണം അല്ലാഹ്. അവിടുത്തെ ബിസിനസ്സുകളെ നീ ബറക്കത്തിലാക്കണം അല്ലാഹ്. അല്ലാഹുവേ, അവിടുത്തെ കുടുംബ ജീവിതം നീ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് കൊടുക്കണേ റഹ്മാനെ. അവരുടെ കുടുംബത്തിൽ നിന്നും ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും നീ പൊറുക്കണേ അല്ലാഹ്. അവിടുത്തെ മാതാപിതാക്കൾക്ക് പൊറുക്കണം അല്ലാഹുവേ, ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കണം റബ്ബേ. അവിടുത്തെ മക്കളെയും പേരമക്കളെയും നീ അനുഗ്രഹിക്കണം അല്ലാഹ്. അല്ലാഹുവേ, മറ്റൊരു സഹോദരൻ അരസന്റെ സ്ഥലം ഏറ്റിട്ടുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. എന്ത് മുറാദാണെങ്കിലും റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് നീ സബലീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എന്തെന്ത് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നതാണെങ്കിലും ഈ റമദാനിന്റെ മഗ്ഫിറത്തിന്റെ ന്റെ ബറക്കത്ത് കൊണ്ട് നീ പൊറുക്കണേ അല്ലാഹ്. നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. നീ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. കുടുംബ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. മക്കളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. മാതാവിന്റെ അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു, നീ സ്വീകരിക്കണേ റബ്ബേ. എന്ത് രോഗമാണെങ്കിലും നീ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു, അല്ലാഹ് നീ പൊറുക്കണേ റബ്ബേ. ഈ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അതിൽ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളുണ്ട്, പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഗൾഫിലുള്ള സഹോദരിയാണ്, 10,000 രൂപ തന്നിട്ടുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാഹ്. മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. കാരുണ്യവാനായ കരുണാനിധിയായ കരുണാവാരിധിയായ റഹ്മാനെ, അവർക്കും ഞങ്ങൾക്കും നീ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നോമ്പ് തുറയുടെ ബാക്കി വന്ന ഭക്ഷ പൈസ പള്ളിക്ക് കൊടുത്തവരുണ്ട്, സ്വീകരിക്കണം അല്ലാഹ്. മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. വരുമാന മാർഗങ്ങളിൽ ബറക്കത്ത് ചൊരിയണേ റഹ്മാനെ. അല്ലാഹുവേ, എന്ത് മുറാദോട് കൂടിയാണോ അതെല്ലാം നീ ഹാസിലാക്കണം അല്ലാഹ്. ക്യാൻസർ, ട്യൂമർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് കാക്കണം അല്ലാഹ്. അല്ലാഹുവേ, റമദാനിന്റെ 1 മുതൽ ഈ ദിവസം വരെ ഇവിടെ സമൂഹ നോമ്പ് തുറ സംഘടിപ്പിച്ചവരുണ്ട്,
തേടേണ്ടതുണ്ട്. മുറാദുകൾ അറിയുന്ന റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. നോമ്പുതറ വിഭവങ്ങൾ കൊടുത്തവരെ നീ സ്വീകരിക്കണേ അല്ലാ. ആരെയും നീ പാഴാക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, പള്ളിയിലേക്ക് പൈസ കൊടുത്തുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരാരെല്ലാം ഉണ്ടോ, റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് അവരെ എല്ലാവരെയും നീ സ്വീകരിക്കണം അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അവർക്ക് നീ ആഫിയത്തും ആരോഗ്യവും കൊടുക്കണം അല്ലാ. ഉസ്താദുമാർക്ക് ഭക്ഷണം തന്നവരുണ്ട്, നീ സ്വീകരിക്കണം അല്ലാ. അല്ലാഹുവേ, ഉസ്താദുമാർക്ക് ചിലവ് തരുന്നവരുണ്ട്, നീ സ്വീകരിക്കണം അല്ലാ. ഗൾഫിലുള്ള ഒരു സഹോദരിയുടെ പിതാവ് 50,000 രൂപ തന്നിട്ടുണ്ട്. അല്ലാഹുവേ, 1,00,000 രൂപയാണ്, നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, കാരുണ്യവാനായ റബ്ബേ, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സഹോദരനാണ്, സ്വീകരിക്കണേ അല്ലാ. ആ പൊന്നുമോളെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, അവിടുത്തെ മരുമക്കളെ അനുഗ്രഹിക്കണേ അല്ലാ. അവിടുത്തെ കൂട്ടുകുടുംബങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. കുടുംബ ജീവിതത്തിൽ സന്തോഷം കൊടുക്കണം അല്ലാ. സമാധാനം കൊടുക്കണം അല്ലാ. ആഫിയത്തും ആരോഗ്യവും കൊടുക്കണം റഹ്മാനെ. അവർ ചെയ്ത സ്വതക്കങ്ങൾ സ്വീകരിക്കണേ അല്ലാ. ദാനധർമ്മങ്ങൾ കബൂലാക്കണം അല്ലാ. ഇവിടെ റമളാനിന്റെ 1 മുതൽ മുത്തഅല്ലിമീങ്ങൾ വന്നപ്പോ അവർക്ക് സഹായം ചെയ്തവരുണ്ട്, സ്വീകരിക്കണം അല്ലാ. അല്ലാഹുവേ, 70 മുതൽ 70,000 വരെ പ്രതിഫലം കിട്ടുന്ന സമയമാണ്. ഒരാളെയും നീ പാഴാക്കല്ല അല്ലാ. ഞങ്ങളുടെ മുഴുവൻ സദഖകളും നീ കബൂലാക്കണം അല്ലാ. പള്ളിക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്തവരുണ്ട്, നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഏപ്രിൽ 6-ാം തീയതി ഉംറയ്ക്ക് പോകുന്നവരുണ്ട്. ഒരുപാട് ആളുകൾ ഈ നാട്ടിൽ നിന്ന് ഉംറയ്ക്ക് പോകുന്നുണ്ട്, കുടുംബസമേതവും അല്ലാതെയും പോകുന്നുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഉംറയും സിയാറത്തും നടത്താനുള്ള ഭാഗ്യം കൊടുക്കണം അല്ലാ. ഹജ്ജിന് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. ആരെയും നീ പാഴാക്കല്ലേ അല്ലാ. ഈ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നീ സ്വീകരിക്കണം അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും നീ കരുണ ചെയ്യണം അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണം അല്ലാ. ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, കൈമുറിഞ്ഞിരിക്കുന്ന ഒരു സഹോദരൻ ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു, നീ സ്വീകരിക്കണം അല്ലാ. നീ കബൂലാക്കണ റബ്ബേ. ഒരു മുസൽമാന്റെ ശരീരത്തിൽ ഒരു മുള്ള് തറയ്ക്കുന്നത് പോലും നന്മയാണ്, ഖൈറാണ്. അല്ലാഹുവേ, നീ ശിഫയാക്കണ അല്ലാ. നീ ആഫിയത്തും ആരോഗ്യവും കൊടുക്കണം അല്ലാ. അല്ലാഹുവേ, പള്ളിയിലേക്ക് കൊടുക്കുന്ന ഒരാളെയും നീ ഒന്നും പാഴാക്കല്ല റഹ്മാനെ. അതൊരു കാരക്കയാണെങ്കിലും വിഭവങ്ങളാണെങ്കിലും എന്താണെങ്കിലും നീ സ്വീകരിക്കണം അല്ലാ. അല്ലാഹുവേ, രഹസ്യമായി ചെയ്യുന്ന സദഖ അറിയുന്നവനെ എല്ലാം നീ ജാരിയായ സദഖയായി സ്വീകരിക്കണം അല്ലാ. വാഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.